നിങ്ങളുടെ 10 സെന്റ് സ്ഥലം ഒരുത്തൻ നിന്റെ ചേട്ടൻ നിന്റെ അനിയൻ തട്ടിയെടുത്തോണ്ട് പോയിരിക്കും. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതു ഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരിക്കില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടത്തില്ല. നീ രക്ഷപ്പെടത്തില്ലടാ. ജെറമിയ 20:11 നീ നശിച്ചു എന്നല്ല പറയേണ്ടത്. ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? നിങ്ങൾ ഈ വചനം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. കർത്താവ് അതിനുണ്ട്. നിന്റെ വസ്തുക്കൾ വ്യവഹരിച്ച് കൈവശമാക്കാൻ ഉദ്യമിക്കുന്നവനോട്, അതായത് അത് പുതിയ നിയമം അനുസരിച്ച് വചനം പറയുന്ന ഇതാണ്: സഹോദര, നീ എടുത്തോ. ഈ 10 സെന്റ് അല്ലേ നിനക്കുള്ളൂ. ഭൂമി മുഴുവൻ എന്റെ കർത്താവിൻ്റെതാണ്. എനിക്ക് വേണ്ടത് അവൻ തന്നോളും. ഈ 10 സെന്റിനെക്കാളും എനിക്ക് വലുത് സഹോദര സ്നേഹമാണ്. 10 സെന്റ് വാങ്ങാതെ നീ എടുത്തോ. ഞാൻ വാടക വീട്ടിൽ താമസിച്ചോളാം. എന്റെ ദൈവം എനിക്ക് വേണ്ടത് തന്നോളും. ഞാൻ നിന്നിലല്ല ആശ്രയം വെച്ചത്. ഞാൻ അത്യുന്നതനിൽ എന്റെ ആശ്രയം വെച്ച ഒരാളാണ്. ഈ 10 സെന്റിന്റെ പേര് വഴക്കില്ല. നീ നന്നായി നിന്റെ മക്കളെ നോക്കി ജീവിക്കും. നിനക്കത് ആവശ്യമാണ്. ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് നീ പോവുമ്പോ ഒറ്റ രാത്രി പോലും അവന് പിന്നെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. അവൻ വെളിയിൽ അത് പറഞ്ഞില്ലേലും അവന്റെ തലയിൽ തീക്കനല് കൂടും. മാനസാന്തരത്തിന്റെ തീക്കനല്. ഒരു പ്രഭാതത്തിൽ അവൻ വന്നിട്ട് പറയും: തെറ്റിപ്പോയി അനിയാ, വാങ്ങരുതായിരുന്നു, തട്ടിയെടുക്കരുതായിരുന്നു, എനിക്ക് സമാധാനം ഇല്ല എന്ന് നിന്നോട് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ സഹോദരനെ നേടും. നീ അവന്റെ തലമുറ നശിക്കാൻ ഇടയാക്കത്തില്ല. നിന്റെ കുടുംബം നശിക്കത്തില്ല. നിനക്ക് വേണ്ടത് ദൈവം തരും. നിന്റെ സഹോദരന്മാരിൽ ഏറ്റവും ഉന്നതനാക്കി ദൈവം നിന്നെ മാറ്റി. വചനം പാലിച്ചത് ദൈവം മാനിച്ചെന്ന് തെളിയിക്കും.